ദൈവം ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ഓരോരുത്തരുടെയും ഉള്ളത്തെ ദൈവം സ്പർശിക്കുന്നത് പല വിധത്തിലാണ്. ദൈവം പലർക്കും പല രീതിയിലാണ് ദൈവത്തെ അന്വേഷിക്കുവാനുള്ള ആ ഭാഗ്യത്തെ കൊടുക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും അതുപോലെ പല അവസരങ്ങൾ കടന്നു വന്നിട്ട് നിങ്ങൾ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ മനസ്സിലാക്കി ജീവിച്ചു വരുന്ന വ്യക്തി ജീവിതങ്ങളാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കണം, യേശു കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന്. യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് നാം ആഗ്രഹിക്കണം. യേശു കർത്താവ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, യേശു കർത്താവ് നമ്മോടൊപ്പം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും തന്നെ പ്രാപിക്കുവാൻ സാധിക്കുന്നതല്ല. യേശു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് അനേകം നന്മകൾ പ്രാപിക്കുവാൻ സാധിക്കുന്നത്. ദൈവം അനേകം വാഗ്ദത്തങ്ങൾ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും നൽകിയിട്ടുണ്ട്. പക്ഷേ ആ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാനായിട്ട് പല 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 പ്രശ്നങ്ങൾ, പല പല ബുദ്ധിമുട്ടുകൾ എല്ലാം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. അത് എന്തുകൊണ്ട്? യേശു കർത്താവ് നമ്മോട് കൂടെ എപ്പോഴും ഇരിക്കാത്തത് കൊണ്ടാണ്. യേശു കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും യേശു കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും. നാമും യേശു കർത്താവിനോടൊപ്പം ചേർന്നിരിക്കും. അങ്ങനെ ചേർന്നിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് ചെയ്തു തരുവാൻ ആഗ്രഹിക്കുന്നതായ നന്മകൾ, അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും. അങ്ങനെ പ്രാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ അതിശയിപ്പിക്കപ്പെടുന്ന രീതിയിൽ നാം മാനിക്കപ്പെടുവാൻ ഇടയായിത്തീരും. നാം ചിന്തിക്കുന്നതിലപ്പുറമുള്ള നന്മകളാൽ നമ്മെ നിറയ്ക്കും. ദൈവം വാലല്ല തലയാക്കി മാറ്റും എന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് വാലിൻ്റെ അവസ്ഥയിലൂടെ പോകുന്നെങ്കിൽ, നിങ്ങൾ യേശു കർത്താവുമായിട്ട് ചേർന്നിരിക്കുകയാണെങ്കിൽ, യേശു കർത്താവിനെ എപ്പോഴും കൂടെ ചേർത്ത് നിർത്തുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ആ വാലായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റി നാം തലയായി മാറുവാൻ തക്കവണ്ണം കൃപ ചെയ്യും ദൈവം. നമ്മെ നിശ്ചയമായും തലയാക്കി മാറ്റും. ഉയർച്ച പ്രാപിക്കുവാൻ ദൈവം ഇടയാക്കും. അതിനായി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച്, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് യേശു കർത്താവിനോടൊപ്പം ചേർന്നിരിക്കുവാൻ, യേശു കർത്താവ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആയിരിക്കുവാൻ തക്കവണ്ണം നാം എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചിട്ട് നാം എന്ത് തന്നെ ആഗ്രഹിക്കുന്നു അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിന് വേണ്ടി, നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിന് വേണ്ടി നാം ആഗ്രഹിക്കണം. കർത്താവ് നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നത്, കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, കർത്താവിൻ്റെ ഇഷ്ടം മാത്രം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിന് വേണ്ടി നാം വളരെ അധികം ആഗ്രഹിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുകയാണെങ്കിൽ, നാം നിശ്ചയമായും ദൈവം നമുക്ക് വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ഭാഗ്യമുള്ളവരായി, അനുഗ്രഹിക്കപ്പെട്ടവരായി, ഉയർച്ച പ്രാപിച്ചവരായി മാറുവാൻ ഇടയായിത്തീരും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യും. ദൈവം നിശ്ചയമായും അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഉയർത്തുമെന്ന് പറഞ്ഞാൽ ഉയർത്തുക തന്നെ ചെയ്യും. വാലല്ല തലയാക്കി മാറ്റുമെന്ന് പറഞ്ഞാൽ തലയാക്കി മാറ്റുക തന്നെ ചെയ്യും. കുടുംബത്തിൽ അനുഗ്രഹിക്കപ്പെടും. കുടുംബത്തിൽ നന്മ പ്രാപിച്ചവരായി മാറും. കുടുംബത്തിൽ ഉയർച്ച പ്രാപിച്ചവരായി മാറും. ദേശത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. ദേശത്തിൽ ഉയർച്ച പ്രാപിച്ചവരായി മാറും. അനേകം നന്മകൾ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി, ഉയർച്ച പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി, നന്മ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി. ഈ ലോകം നോക്കുമ്പോൾ ഇവർ എങ്ങനെ ഈ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു എന്ന് ചിന്തിക്കുന്ന രീതിയിൽ ദൈവം ആശ്ചര്യമായി നിങ്ങളെ ഓരോരുത്തരെയും മാനിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തോട് നാം ചേർന്നിരിക്കണം. ദൈവത്തോട്
കൂടെ ഇരിക്കണം. ദൈവമേ, അങ്ങ് എൻ്റെ ഉള്ളിൽ ഇരിക്കണമേ, അങ്ങ് എന്നിൽ വസിക്കണമേ, അങ്ങ് എൻ്റെ കൂടെ ഇരിക്കണമേ, അങ്ങ് എന്നിൽ വസിക്കണമേ എന്ന് നാം മുറുകെ ദൈവത്തോട് എപ്പോഴും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുകയും കർത്താവ് എപ്പോഴും നമ്മോട് കൂടെ ചേർന്നിരിക്കുകയും ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വലിയ നന്മ, അനുഗ്രഹം, ഉയർച്ചകൾ നാം പ്രാപിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരു മഹൽ ഭാഗ്യത്തെ ദൈവം നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനായി ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.